വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 57 മുതൽ 62 വരെയുള്ള തിരുവചനങ്ങൾ. അവർ പോകും വഴി ഒരുവൻ അവനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. യേശു പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കുവാൻ ഇടമില്ല. അവൻ വേറൊരുവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കുവാൻ അനുവദിച്ചാലും. അവൻ പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. മറ്റൊരുവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിടവാങ്ങുവാൻ അനുവദിക്കണം. യേശു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്തു ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗം വളരെ മനോഹരമായി ഈ വേദഭാഗം പ്രസ്താവിക്കുകയാണ്. എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് ഒരുവൻ യേശുവിനോട് സ്വമേധയാ പറയുകയാണ്. ശിഷ്യത്വത്തിൻ്റെ അനിശ്ചിതാവസ്ഥ യേശു അവന് തുറന്നു കാണിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞത് തൻ്റെ സ്വന്തം അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെയാണ്. മനുഷ്യകുല രക്ഷാർത്ഥം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ ജനിക്കുവാൻ സ്ഥലമില്ല, വീടുകളില്ല, വഴി അമ്പലമില്ല, രക്ഷകൻ ഊഴിയിൽ വന്നു പിറക്കാനിടമില്ല. കാലിത്തൊഴുത്തിലാണല്ലോ അവിടുന്ന് ജനിച്ചത്. ജീവിച്ചപ്പോൾ ഒരഭയാർത്ഥിയെപ്പോലെ, ഒന്നുമില്ലാത്തവനെപ്പോലെ, ഒന്നുമല്ലാത്തവനെപ്പോലെ ജെറുസലേമിലും സമറിയായിലും യൂദയായിലും ചുറ്റി നടന്ന് നന്മ ചെയ്തുകൊണ്ട് ജീവിച്ചു. പറവകൾക്ക് ആകാശക്കൂടുണ്ട്, പാമ്പുകൾക്ക് മാളമുണ്ട്. ഓരോന്നിനും ജീവിക്കുവാൻ ഇടമുണ്ട് എന്ന് വരികിലും യേശു തമ്പുരാൻ ഒരഭയാർത്ഥിയെപ്പോലെ ചുറ്റി നടന്ന് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുകയായിരുന്നു. മരിക്കുവാനും അവിടത്തേക്ക് സ്ഥലമില്ലായിരുന്നു. ആകാശത്തിനും ഭൂമിക്കും മധ്യേ കിടന്ന് മരക്കുശിൽ കിടന്നുകൊണ്ടാണല്ലോ മരിക്കുന്നത്. അടക്കം ചെയ്യപ്പെടുവാനും സ്ഥലമില്ല. മറ്റൊരുത്തനു വേണ്ടി തയ്യാറാക്കിയ കല്ലറയിൽ അരിമത്യക്കാരൻ യൗസേപ്പും നിക്കോദിമോസും കൂടി കൊണ്ടുപോയി അടക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് തന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ലോകത്തിലെ മറ്റ് സൃഷ്ടവസ്തുക്കൾക്കൊക്കെ സുരക്ഷിതത്വമുണ്ട് എന്ന് വരികിലും തൻ്റെ പിൻഗാമികൾക്ക് അങ്ങനെയുള്ളൊരു സുരക്ഷിതത്വം ഈ ലോകത്തിലില്ല എന്ന് അവിടുന്ന് വ്യക്തമാക്കുകയാണ്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശക്കൂടുണ്ട്, മനുഷ്യപുത്രനെ തലചായ്ക്കുവാൻ മണ്ണിൽ ഇടമില്ല. എന്നാൽ വേറൊരുത്തൻ ഒന്ന് പറയുന്നു. അവനെ കാണുമ്പോൾ യേശു പറയുകയാണ്, എന്നെ അനുഗമിക്കുക. മൂന്നാമതായിട്ട് വരുന്നവനോടും യേശു പറയുകയാണ്, എന്നെ അനുഗമിക്കുക. രണ്ടാമതായിട്ട് വരുന്നവൻ, ഞാൻ അനുഗമിക്കാം, പക്ഷേ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കുവാൻ അനുവദിച്ചാലും എന്ന് പറഞ്ഞു. അപ്പൻ മരിച്ചു കിടക്കുകയാണെന്ന് കരുതരുത്. അപ്പൻ്റെ മരണശേഷം ശേഷക്രിയകളൊക്കെ നിർവഹിച്ച ശേഷം ഞാൻ അങ്ങേ അനുഗമിക്കാം എന്ന് പറഞ്ഞാൽ ടൈം ആൻഡ് ടൈഡ്സ് വെയിറ്റ്സ് ഫോർ നോ മാൻ. സമയവും അലകളും
ആർക്കു വേണ്ടിയും കാത്തിരിക്കില്ല. നാം മാറ്റിവെക്കുന്ന സമയം, പിന്നീടാകട്ടെ എന്ന് പറയുന്ന സമയം ഒരിക്കലും നമുക്ക് തിരിച്ചു വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. ഇനി ഒരുപക്ഷെ അപ്പനാണോ മരിക്കുവാൻ പോകുന്നത്, മകനാണോ മരിക്കുവാൻ പോകുന്നത് ആദ്യം എന്ന് യാതൊരു നിശ്ചയവുമില്ല. അപ്പനെക്കുറിച്ചുള്ള ആകുലത സ്വാഭാവികമാണ് എന്ന് വരികിലും എല്ലാത്തിനെയും പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് വരുവാനുള്ള മനോഭാവമുണ്ട് എന്ന് വരികിൽ മാത്രമേ യേശുവിനെ അനുഗമിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള സൂചന അവിടെ നൽകുകയാണ്. അപ്പനെയും അമ്മയും സഹോദരങ്ങളെയും നിലം പുരയിടങ്ങളെയും ഒക്കെ വിട്ടുപേക്ഷിക്കാത്തവന് എന്നെ അനുഗമിക്കുവാൻ സാധ്യമല്ല എന്നും യേശു തമ്പുരാൻ പിന്നീട് ഒരവസരത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് ഒരുത്തൻ പറഞ്ഞു, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷെ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിടവാങ്ങുവാൻ അനുവദിക്കണം. അതും സ്വാഭാവികമായ ഒരു ആവശ്യമാണ്. മക്കൾ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ടവരാണ്. അവരാണ് അവരെ വളർത്തിയത്. അവരോട് പോലും പറയാതെ യേശു തമ്പുരാൻ്റെ പിന്നാലെ പോവുക എന്ന് പറയുമ്പോൾ മാതാപിതാക്കളോട് പറഞ്ഞ് അവരുടെ അനുവാദം വാങ്ങിച്ച് അനുഗ്രഹത്തോടുകൂടി വരാം എന്ന് പറഞ്ഞ ആ മകനോട് കലപ്പയിൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന് യേശു പറയുമ്പോൾ നിലമുഴുകുന്ന, ഇപ്പോഴാണ് ട്രാക്ടറും മറ്റ് സംവിധാനങ്ങളുമൊക്കെ ഉള്ളത്. നേരത്തെയൊക്കെ കന്നുകാലികളെ നുകവും കലപ്പയുമൊക്കെ അതിൻ്റെ തോളിൽ വെച്ച് കെട്ടിയിട്ട് നിലമുഴുകുമ്പോൾ ആ കലപ്പയുടെ കൊഴുകൊണ്ട് നിലത്തിൻ്റെ അടിഭാഗം ഉഴുത് മറിക്കുകയും അവിടെ വായു സ്വസ്ഥമായി കടന്നു വരുവാനുള്ള സംവിധാനം ഏർപ്പെടുകയും കന്നാലികളും നിലമൊഴുകുന്ന ആളുമൊക്കെ ചവിട്ടി നടക്കുന്ന അവിടം നിരപ്പാക്കപ്പെടുകയും പിന്നീടത് നിരപ്പാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് കർഷകരുടെ മേഖലകളിലേക്ക് നോക്കുമ്പോൾ. നിലമൊഴുകുന്ന മനുഷ്യൻ വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് നോക്കിക്കൊണ്ട് കലപ്പയിൽ പിടിച്ച് നിലമൊഴുകുന്നില്ല എങ്കിൽ പുറകോട്ടോ മറ്റു വശങ്ങളിലൊക്കെ നോക്കിക്കൊണ്ടാണ് ഒഴുകുന്നത് എങ്കിൽ കലപ്പയുടെ ആ കൊഴു കൂർത്ത കമ്പി കൊണ്ടുള്ള ഭാഗം കാളയുടെ കാലിൽ കൊള്ളുവാൻ, അത് മുറിവേൽപ്പിക്കുവാൻ പര്യാപ്തമാവുകയും കാള ഈ പൂട്ടുന്ന ആളിനെയും കൊണ്ട് ചാടി മറുകണ്ഠം ചാടി പോകുവാനുള്ള സാധ്യതയുണ്ട് എന്നുമുള്ള സൂചനയാണ് പറയുന്നത്. അപ്പോൾ കലപ്പയിൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കാൻ പാടില്ല. ഏകാഗ്രതയോടെ മുൻപോട്ട് നോക്കിക്കൊണ്ട് എന്തിനു വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്നുള്ള ബോധ്യത്തോടു കൂടി കാളയുടെയും തൻ്റെയും സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കണം അവൻ നിർവഹിക്കേണ്ടത് എന്ന് യേശു സൂചിപ്പിക്കുകയാണ്. ഉപാധികളോടെ തന്നെ അനുഗമിക്കുവാൻ സാധ്യമല്ല എന്ന് രണ്ടാമത്തവനോടും മൂന്നാമത്തവനോടും യേശു തമ്പുരാൻ വ്യക്തമായി പറയുകയാണ്. ഒരുവൻ തൻ്റെ കർത്തവ്യങ്ങൾക്കും മറ്റൊരുവൻ അവൻ്റെ ബന്ധങ്ങൾക്കും പ്രാതിനിധ്യം നൽകുന്നു. എന്നാൽ ക്രിസ്തു സൂചിപ്പിക്കുന്നു, ശിഷ്യൻ ദൈവരാജ്യത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ചവനാകണം. അങ്ങനെയുള്ള ശിഷ്യന്മാരെയാണ് യേശുവിന് ആവശ്യം. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് ഓരോ ദിവസവും അവൻ്റെ കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് യേശു തമ്പുരാൻ അരുളി ചെയ്യുമ്പോൾ അവിടെയാണ് സ്വയം ശൂന്യവൽക്കരിക്കുവാനും തൻ്റെ ബന്ധങ്ങളിൽ നിന്നൊക്കെ അതിനെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് തമ്പുരാനെ സ്വന്തമായി കാണുവാൻ, കടന്നു ചെല്ലുന്ന സമൂഹത്തിലെ ആളുകളെ മാതാപിതാക്കളായി കാണുവാൻ, സഹോദരങ്ങളായി കാണുവാൻ, സുഹൃത്തുക്കളായി കാണുവാൻ,
മക്കളായി കാണുവാൻ, അവർക്ക് വേണ്ടി ജീവിക്കുവാൻ, തമ്പുരാൻ്റെ സ്നേഹവും കരുണയും ഔദാര്യവും അവർക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയുന്ന വ്യക്തികളായി, ദരിദ്രരോട് സുവിശേഷമറിയിക്കുന്ന, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുന്ന, രോഗികൾക്ക് സൗഖ്യം നൽകുന്ന, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന, കർത്താവിൻ്റെ സ്വീകാര്യമായ വത്സരമറിയിക്കുന്ന വ്യക്തികളായി മാറുവാൻ പരിശുദ്ധാത്മ നിറവിലൂടെ സാധിക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് തമ്പുരാൻ തന്നെ അനുഗമിക്കുന്ന ആളുകൾക്ക് നൽകുന്നത്. ആ രീതിയിൽ നാം നോക്കിയാൽ അസീസിയിലെ പുണ്യവാനായ ഫ്രാൻസിസിലെ ജീവിതം യേശുവിനെ എങ്ങനെയാണ് അനുഗമിച്ചത് എന്ന് നോക്കുമ്പോൾ യുവതീയുവാക്കന്മാർക്ക് തമ്പുരാനെ ബോധപൂർവം അനുധാവനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല പ്രചോദനമായി ഇന്നും നിലകൊള്ളുകയാണ്. ജോവാനി ദി പിയത്രോ ദി ബെർണദോരോ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. 1182 ആണ്ടിൽ അദ്ദേഹം ജനിക്കുന്നു. പിയത്രോ ദി ബെർണദോരോ, പീക്ക ഇവരായിരുന്നു മാതാപിതാക്കൾ. അപ്പൻ ഒരു സിൽക്ക് വ്യാപാരിയായിരുന്നു. അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് ശേഷം പിതാവിൻ്റെ വ്യാപാരങ്ങളിൽ കൂട്ടാളിയായി സുഖലോലുപനായി തീർന്ന ഒരു യുവാവായിരുന്നു അദ്ദേഹം. അസീസി ഗ്രാമത്തിനു വേണ്ടി 1204 ആണ്ടിൽ അദ്ദേഹം ഒരു യോദ്ധാവായി മാറുകയാണ്. കമ്പൽസറി മിലിറ്ററി സർവീസ് അന്ന് നിലവിലിരുന്ന പശ്ചാത്തലത്തിൽ എല്ലാവരും ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ, നിയമത്തിൻ്റെ മുമ്പിൽ രാജ്യസേവനത്തിനായി, പട്ടാള സേവനത്തിനായി അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ ബാധ്യസ്ഥരാണെന്നുള്ള ബോധ്യത്തോടു കൂടി അങ്ങനെയുള്ള സേവനവും അദ്ദേഹം അനുഷ്ഠിച്ചു. തൻ്റെ വാക്കുകൾ കൊണ്ട് എന്നതിലധികമായി ജീവിതം കൊണ്ട് നമ്മോട് സംസാരിക്കുന്ന ഒരു ഫ്രാൻസിസിനെയാണ് നാം കാണുന്നത്. എന്താണ് അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നത്? അദ്ദേഹം നമ്മോട് പറയുന്ന ഒന്നാമത്തെ കാര്യം, ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്നാൽ യേശുവെന്ന വ്യക്തിയുമായി ഊഷ്മളമായ ഒരു ബന്ധം സ്ഥാപിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ഊഷ്മളമായ ഒരു ബന്ധം സ്ഥാപിക്കുവാൻ നമുക്ക് കഴിയണം. ക്രിസ്തുവിനെ ധരിച്ച് അവനോട് അനുരൂപപ്പെടുവാൻ നമുക്ക് കഴിയണം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ജീവിക്കുന്നുവെന്നാൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുവെന്ന്. അസീസിയിൽ ഫ്രാൻസിസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ക്രിസ്തുവെന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ എല്ലാ രീതിയിലും അനുധാവനം ചെയ്ത ഒരു വ്യക്തി. അവിടുത്തെ പഞ്ചക്ഷതങ്ങൾ ഏറ്റുവാങ്ങുവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു വ്യക്തി. ശൂന്യവൽക്കരണത്തിലൂടെ തൻ്റെ ജീവിതത്തെ ധന്യമാക്കിയ ഒരു വ്യക്തി. ക്രിസ്തുവിലേക്കുള്ള ഫ്രാൻസിസിൻ്റെ പ്രയാണം ആരംഭിക്കുന്നത് ക്രൂശിതനായ യേശുവിൻ്റെ സൂക്ഷ്മ ദർശനത്തോടു കൂടിയാണ്. കുരിശിൽ മഹത്വം കണ്ടെത്തുവാൻ കഴിഞ്ഞ ഒരു വ്യക്തി, കുരിശിനെ ആശ്ലേഷിക്കുവാൻ കഴിഞ്ഞ ഒരു വ്യക്തി, അങ്ങനെ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൽ നാം കാണുന്നത്. കുരിശിലെ യേശു മരിച്ചവനല്ല, മറിച്ച് ജീവനുള്ളവനാണ് ആ ക്രിസ്തു എന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞ ഒരു വ്യക്തി. മുറിവേറ്റ കൈകളിൽ നിന്നും കാലുകളിൽ നിന്നും പാർശ്വത്തിൽ നിന്നും ഒഴുകുന്ന രക്തം ജീവനെക്കുറിച്ചാണ്, ആ ജീവൻ്റെ രക്തമാണ് എന്ന് അദ്ദേഹം സംസാരിക്കുന്നു. കുരിശിൽ കിടക്കുന്ന യേശു തുറന്ന കണ്ണുകൾ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ഉറ്റുനോക്കുന്നു. മനുഷ്യനായി അവതരിച്ച ദൈവത്തിൻ്റെ സ്നേഹമാണ് കുരിശ് നമ്മോട് സംസാരിക്കുന്നത് എന്ന് കണ്ടെത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വിശുദ്ധ പൗലോസിനോടൊപ്പം ഫ്രാൻസിസ് അസീസി പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കുവാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ എന്ന് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം
14 വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹവും പറയുകയുണ്ടായി. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും നമുക്ക് മേന്മ ഭാവിക്കുവാൻ പാടില്ല. ആ കുരിശിൻ്റെ മേന്മ എന്ന് പറയുന്നത് ഒരു കാലത്ത് സമൂഹത്തിന് അപമാനത്തിൻ്റെ അടയാളമായിരുന്നുവെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടി അത് അനുഗ്രഹത്തിൻ്റെ രക്ഷയുടെ അടയാളമായി മാറി എന്നുള്ളതാണ്. ഫ്രാൻസിസ് നമ്മോട് പറയുന്ന രണ്ടാമത്തെ കാര്യം, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഏതൊരു വ്യക്തിയും യഥാർത്ഥ സമാധാനം ഈ ലോകത്തിൽ അനുഭവിക്കുന്നവനായി മാറണം. ഫ്രാൻസിസ് പറഞ്ഞു, നാഥാ നിൻ ശാന്തിയെ ഈ ലോകം ദർശിക്കുവാൻ എൻ്റെ കൊച്ചു ജീവിതം കാരണമായി തീരട്ടെ. കൊച്ചു കൊച്ചു ജീവിതമാണ് നമുക്കുള്ളത്. എത്ര വർഷം നാം ജീവിക്കുന്നു എന്നുള്ളതല്ല, നാമൊക്കെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം നൽകുന്നത്. യുദ്ധത്തിനിടയിൽ ലഭിച്ച ദർശനം മൂലം തിരികെ അസീസിയിലെത്തി ക്രമേണ ലൗകികതയോടുള്ള താല്പര്യം കുറഞ്ഞു. ദരിദ്രരോടുള്ള അനുകമ്പ അദ്ദേഹത്തിൽ അന്തർലീനമായി മാറി. ഒരിക്കൽ പിതാവിൻ്റെ പട്ടുകടയിൽ ഇരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി ആ കടയിലേക്ക് കടന്നു വരുന്നു. കടയിൽ നിന്നും പണമെടുത്ത് ആ കുഷ്ഠരോഗിയുടെ പാത്രത്തിൽ നിക്ഷേപിക്കുക മാത്രമല്ല, ആ കുഷ്ഠരോഗിയെ ചുംബിക്കുമ്പോൾ അൾത്താരയിലെ യേശുവിനെ, ഹൃദയത്തിലേക്ക് വന്ന യേശുവിനെ സ്വീകരിക്കുന്ന ഒരു വലിയ മനോഭാവത്തിൽ ആ കുഷ്ഠരോഗിയെ ചുംബിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കുർബാന സ്വീകരിച്ച അനുഭവം പോലെയായിരുന്നു എനിക്കത് എന്ന് വ്യക്തമാക്കുവാൻ അദ്ദേഹത്തിന് കഴിയുകയാണ്. ലൗകായികത്വവും ദൈവസ്നേഹവും കലർന്ന ആ ജീവിതത്തിൽ കൂട്ടുകാരോട് ഉല്ലസിച്ചിരുന്ന ഒരു രാത്രിയിൽ ഫ്രാൻസിസിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അദ്ദേഹം ആരെയാണ് സേവിക്കുന്നത്? ആ ചോദ്യം തന്നെ സംബന്ധിച്ചിടത്തോളം ഉത്തമമായ ഒരു ചോദ്യമാണ്. യജമാനനെയോ ദാസനെയോ? യജമാനനെ തന്നെ ഫ്രാൻസിസ് തീർത്തു പറഞ്ഞു. എന്നാൽ വീട്ടിലേക്ക് മടങ്ങുക. അപ്പനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മകൻ സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെടുത്തുന്നു, താൻ ഉദ്ദേശിക്കുന്നത് പോലെ പോകുന്നില്ല എന്ന ഒരു കംപ്ലൈൻറ്റ് അവിടുത്തെ മെത്രാപ്പൊലീത്തയോട് പറയുകയുണ്ടായി. ഫ്രാൻസിസ് മെത്രാൻ്റെ അടുത്തേക്ക് ചെന്ന് തൻ്റെ വില കൂടിയ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വച്ച് രോമവസ്ത്രം ധരിച്ച് തനിക്കുള്ള കുടുംബ ഓഹരി പിതാവ് യഥേഷ്ടം ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വഴിയോരത്തിലേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് ഫ്രാൻസിസ് തന്നോട് തന്നെ പറഞ്ഞു, ഇനിമേൽ ദൈവം മാത്രമേ എനിക്ക് പിതാവായിട്ടുള്ളൂ, എനിക്കിപ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പരമാർത്ഥമായി വിളിക്കാം എന്ന്. അപ്പനെ നിഷേധിക്കുന്ന ഒരു മകനല്ല, അപ്പനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മകൻ. എൻ്റെ ദൈവവുമേ, എൻ്റെ ദൈവം എൻ്റെ സർവസ്വവുമേ എന്ന് പറയുവാൻ ജീവിതത്തിൽ ദൈവത്തെ സ്വന്തമായി കാണുവാൻ കഴിഞ്ഞ ഒരു വ്യക്തി. പുതിയ ജീവിതം ആരംഭിക്കുന്ന അദ്ദേഹം പീറ്റർ ഡാമിയൻ്റെ ദേവാലയം കേടുവന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ എൻ്റെ ആലയം പുനരുദ്ധരിക്കുക എന്ന് തമ്പുരാൻ തന്നോട് ആവശ്യപ്പെടുന്നതായി മനസ്സിലാക്കുകയും ആ ദേവാലയം പുനരുദ്ധരിക്കുകയും ചെയ്യുന്നു എന്ന് കാണുമ്പോൾ എത്ര വലിയ ഒരു ത്യാഗോജ്വലമായ പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾക്കറിയില്ലേ? ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമാണ്, അത് നിങ്ങൾ തന്നെ. ആലയം അശുദ്ധമാക്കുന്നവനെ ദൈവം നശിപ്പിക്കും.
ജീർണിച്ചു കിടന്ന ആലയം പുനരുദ്ധരിച്ചു എന്ന് മാത്രമല്ല, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളുടെ കെട്ടുപണിയിൽ പങ്കാളിയാകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. 2013 ഒക്ടോബർ മാസം 4 അസീസിയുടെ തിരുനാൾ ദിവസം ആഗോള കത്തോലിക്ക സഭയുടെ അനിഷേധ്യ നേതാവായ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു: സമ്പന്നനായിരുന്നിട്ടും തൻ്റെ ദാരിദ്ര്യത്താൽ നമ്മെ തന്നെ സമ്പന്നരാക്കുവാൻ വേണ്ടി ദരിദ്രനായി തീർന്ന ക്രിസ്തുവിനെ, 2 കൊരിന്ത്യർ 8-9 നാം വായിക്കുന്ന ആ ക്രിസ്തുവിനെ അദ്ദേഹം പുതിയ വസ്ത്രമായി ധരിച്ചു. അപ്പോൾ അസീസിലെ പുണ്യവാനായ ഫ്രാൻസിസ് ഒന്നിനും ഒരു കുറവില്ലാത്ത പട്ടുവ്യാപാരിയുടെ മകനായിരുന്നിട്ടും ദാരിദ്ര്യത്താൽ നമ്മെ സമ്പന്നരാക്കുവാൻ വേണ്ടി കടന്നു വന്ന ദൈവപുത്രനെ പോലെ ദാരിദ്ര്യത്തെ അദ്ദേഹം തൻ്റെ വസ്ത്രമായി ധരിച്ചു. പാവങ്ങളോടുള്ള സ്നേഹവും ക്രിസ്തുവിൻ്റെ ദാരിദ്ര്യത്തെ അനുകരിക്കലും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളെന്ന പോലെ അഭേദ്യമാവിധം ഫ്രാൻസിസിൻ്റെ ജീവിതത്തിലുടനീളം കാണാം. പാവങ്ങളോടുള്ള സ്നേഹം, ക്രിസ്തുവിൻ്റെ ദാരിദ്ര്യത്തെ അനുകരിക്കുക. സമ്പന്നൻ ദരിദ്രരായ നമ്മെ സമ്പന്നരാക്കുവാൻ വേണ്ടിയാണ്. ആ ഒരു മനോഭാവം നാം കാത്തു സൂക്ഷിക്കുക. കുമാരി ദാരിദ്ര്യവും ഫ്രാൻസിസും തമ്മിലുള്ള വിവാഹം പ്രസിദ്ധമാണ്. എന്നെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ എന്ന് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, സൂര്യകീർത്തനം മുതലായവ അനേകരെ സ്പർശിച്ചവയാണ്. സൂര്യചന്ദ്ര നക്ഷത്രാദികളും സസ്യലതാദികളുമെല്ലാം ഫ്രാൻസിസിന് സഹോദരന്മാരാണ്. സഹോദര ചെന്നായെ എന്ന് വിളിക്കുവാൻ ഒരു മടിയും അദ്ദേഹത്തിനില്ല. എളിമയുടെയും ദാരിദ്ര്യത്തിൻ്റെയും മൂർത്തീകരണമായ ഫ്രാൻസിസ് ഈ പ്രപഞ്ചത്തോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പ്രപഞ്ചത്തിൽ അനുഭവിച്ചുകൊണ്ട് ധന്യതയോടെ മരിക്കുവാൻ കഴിഞ്ഞു. മരിക്കുന്നതിന് 2 വർഷം മുമ്പ് ക്രിസ്തുവിൻ്റെ പഞ്ചക്ഷതങ്ങൾ ഫ്രാൻസിസിന് ലഭിച്ചു. കൈകളിലും കാലുകളിലും വിലാവിലും ഒക്കെ ഉണ്ടായ ആ മുറിവ് തൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിനും അനുഭവപ്പെട്ടു. 1 ഡസൻ ഫ്രാൻസിസ്മാർ റഷ്യയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ റഷ്യ മാനസാന്തരപ്പെടുമായിരുന്നു എന്ന് ലെനിനെ പോലെയുള്ള റഷ്യൻ നേതാക്കന്മാർ പറഞ്ഞതിൻ്റെ പശ്ചാത്തലം എന്താണ്? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ താല്പര്യമുള്ള ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആവശ്യമാണ്. ദൈവരാജ്യത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച വ്യക്തിയാണ് അസീസിലെ ഫ്രാൻസിസ്. ദൈവരാജ്യത്തിൻ്റെ ആഭിമുഖ്യങ്ങളും താല്പര്യങ്ങളുമായിരുന്നു ഫ്രാൻസിസിൻ്റേത്. എൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതിനേക്കാൾ എന്നെ വിളിച്ചവനെ, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുക. ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഫ്രാൻസിസിൻ്റെ പ്രതിബദ്ധത കാരണം ഫ്രാൻസിസിനെ 2ാം ക്രിസ്തുവെന്ന് ലോകം വിളിക്കുന്നു. ഫ്രാൻസിസ് കാണിച്ചു തന്ന ആത്മീയ ശൈലി കാലഘട്ടം ഇന്നും നമ്മിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. ദാരിദ്ര്യത്തെ ഉപാസിച്ച ഒരു സന്യാസി, ദരിദ്രരിൽ ക്രിസ്തുവിനെ കണ്ട ഒരു സന്യാസി, പ്രപഞ്ചത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച ഒരു സന്യാസി. ആ സന്യാസി സമാധാനത്തിന് വേണ്ടി നടത്തിയ പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിലാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വർഷവും ഒക്ടോബർ മാസം 4 അസീസിയിൽ കൂടിക്കൊണ്ട് ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടത്. എന്തായിരുന്നു ആ പ്രാർത്ഥന? കർത്താവേ, എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ. നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത് അതാണ്. എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും,
ദ്രോഹമുള്ളിടത്ത് ക്ഷമയും, നിരാശയുള്ളിടത്ത് പ്രത്യാശയും, അന്ധകാരമുള്ളിടത്ത് പ്രകാശവും, സന്താപമുള്ളിടത്ത് സന്തോഷവും ഞാൻ വിതയ്ക്കട്ടെ. വിദ്വേഷവും ചതിയും വഞ്ചനയും വൈരാഗ്യവും നിരാശയും അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന എല്ലാ തിന്മകളും, നിരാശയാണ് എല്ലാ തിന്മകളുടെയും ഉറവിടമെന്നുള്ള സത്യവും ഒക്കെ നാം മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥന വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും, ദ്രോഹമുള്ളിടത്ത് ക്ഷമയും, കുരിശിൽ കിടന്നുകൊണ്ട് പിടഞ്ഞു മരിക്കുമ്പോൾ തന്നെ ക്രൂശിച്ചവിടെ നിരുപാധികമായി ക്ഷമിച്ചുകൊണ്ട്, പിതാവേ ഇവർ ചെയ്യുന്നതെന്തെന്ന് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശു തമ്പുരാൻ നടത്തിയ ആ പ്രാർത്ഥന തൻ്റെ ജീവിതത്തിലും തന്നോട് ദ്രോഹിച്ചവർക്ക് നിരുപാധികമായി അവരോട് ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞ വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ആ പ്രാർത്ഥന അർത്ഥവത്താക്കുവാൻ കഴിഞ്ഞു. സന്താപമുള്ളിടത്ത് സന്തോഷം ഞാൻ വിതയ്ക്കട്ടെ. ഓ ദിവ്യനാഥ, ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും, മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും, സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും എനിക്ക് ഇടയാകട്ടെ. അപ്പോൾ എന്ത് നാം മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നു അത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാണ്. കൊടുക്കുമ്പോഴാണ് ലഭിക്കുന്നത്. ഗീവ് ടിൽ ഇറ്റ് ഹേർട്സ് യു എന്ന് മദർ തെരേസ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ, കൊടുക്കുന്നതിൻ്റെ കുറവ്, കൊടുത്ത് തൻ്റെ മക്കളെ വളർത്തിയ തമ്പുരാൻ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ കുറവ് അനുഭവപ്പെടുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തി, അത് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ നമ്മെ ക്ഷണിക്കുകയാണ്. ക്ഷമിക്കുമ്പോഴാണ് ക്ഷമിക്കപ്പെടുന്നത്. ഇന്നത്തെ ലോകത്തിൽ വൈരാഗ്യവും വിദ്വേഷവും യുദ്ധത്തിൻ്റെ കാഹളധ്വനികളുമൊക്കെ മുഴങ്ങുമ്പോൾ ഈ ക്ഷമ വളരെയേറെ നമുക്ക് ആവശ്യമാണ്. മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവനിലേക്ക് ജനിക്കുന്നത്. മരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൻ്റെ അന്ത്യമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുവെങ്കിലും ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ആരംഭമാണ് അത്. ജീവിതത്തിൽ മരിക്കേണ്ട മേഖലകളിലെല്ലാം മരിക്കുവാനും തമ്പുരാനോടുകൂടി പുനരുത്ഥാനം ചെയ്യുവാനുമുള്ള ഒരു വലിയ ശക്തിയാണ് നമുക്ക് അതിൽ നിന്നും സംരഭ്യമാകുന്നത്. അതിനുവേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ശിഷ്യത്വത്തിൻ്റെ ത്യാഗത്തോടുകൂടി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് സംതൃപ്തിയോടെ ജീവിച്ച അസീസിയിലെ പുണ്യവാനായ ഫ്രാൻസിസിൻ്റെ മധ്യസ്ഥതയിൽ ദൈവം തമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. സമാധാനത്തിൻ്റെ ഉപകരണമായി ദൈവം നമ്മെ ഓരോരുത്തരെയും നയിക്കട്ടെ.